Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഫോൺ അറിയാത്ത ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ കൊടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒപ്പമുള്ളവരുടെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഗ്സ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ ഡാറ്റാസ് എല്ലാം ചോർത്തുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, നമ്മുടെ ഫോൺ അങ്ങനെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ അപ്ലിക്കേഷൻസോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഈ നമ്മുടെ ഫോണിൽ നമ്മുടെ ഈ IME നമ്പർ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണോ അതേപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. സോ രണ്ട് വെരിഫിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. ആ രണ്ടും ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് അതിൽ *#21# എന്നടിച്ചിട്ട് ആ നമ്പർ ഡയൽ ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും നമ്പറിലേക്ക് എനേബിൾഡ് ആണെങ്കിൽ, നിങ്ങൾ ട്രാക്ക് കോൾ ഫോർവേഡ് അങ്ങനെ എനേബിൾഡ് ആണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾ നോക്കിയാൽ കാണാൻ ഇപ്പോൾ എൻ്റെ ഫോണിൽ എല്ലാതും ഡിസേബിൾഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫാക്സ് കോൾ, SMS കോൾ ഫോർവേഡിങ്, വോയിസ് കോൾ ഫോർവേഡിങ്, ഡാറ്റ കോൾ ഫോർവേഡിങ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സ് ഏതെങ്കിലും ഇത് എനേബിൾഡ് ആണെങ്കിൽ അത് ഏത് നമ്പറിലേക്കാണ് എനേബിൾഡ് എന്ന് നമുക്ക് അടുത്തതിൽ കാണാൻ പറ്റും. സോ ഫസ്റ്റ് ഇതിലൊന്നും എനേബിൾഡ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. സോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് *62# എന്നടിക്കുക, എന്നിട്ട് കോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇതിലാണ് ഫസ്റ്റത്തെ നമ്പർ എനേബിൾഡ് ആയിരിക്കും. അത് ഡിഫോൾട്ടായിട്ട് എല്ലാ മൊബൈലിലും എനേബിൾഡ് ആയിരിക്കും. കാരണം നമ്മുടെ ഫോൺ നമ്മുടെ മൊബൈൽ സർവീസ് പ്രൊവൈഡറിൻ്റെ അവരുടെ നമ്പറിലേക്ക് നമ്മുടെ ഫോൺ ഫസ്റ്റ് വോയിസ് കോൾ എനേബിൾഡ് ആയിരിക്കും, ഫോർവേഡിങ് എനേബിൾഡ് ആയിരിക്കും. സോ ബാക്കി നിങ്ങൾ നോക്കുക, ബാക്കി ഡീറ്റെയിൽസ് നോക്കുക. ഇപ്പോൾ ഡാറ്റ കോൾ ഫോർവേഡിങ്, അതുപോലെ SMS കോൾ ഫോർവേഡിങ്, ഇങ്ങനെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് എനേബിൾഡ് ആണെങ്കിൽ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ടായിരിക്കും. സോ നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് നിങ്ങളുടെ നമ്പർ ഏതെങ്കിലും ഇപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ എനേബിൾഡ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഫോൺ ഹാക്ഡ് ആണെന്ന് അർത്ഥം. സോ ആ നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ ആ നമ്പർ വെച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് നിങ്ങളുടെ ഫോൺ ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ആരാണ് ചോർത്തുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. സോ ഈ രണ്ട് മെത്തേഡ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫോൺ എങ്ങനെയും ഹാക്ക്ഡ് ആണോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. സോ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഫസ്റ്റത്തെ കേസ് വിട്ടോളൂ. അതായത് നമ്മുടെ സർവീസ് പ്രൊവൈഡർക്ക് ഫോർവേഡ് ആണെങ്കിൽ അത് പ്രശ്നമില്ല. അത് എല്ലാ ഫോണിലും ഡീഫോൾട്ട് ആയിട്ടാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പറിലേക്ക് നിങ്ങളുടേത് എനേബിൾഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ #002# എന്നടിച്ചിട്ട് കോൾ ചെയ്യുക. അപ്പോൾ എന്താവുന്നത് വെച്ചാൽ എല്ലാതും നമ്മുടെ എല്ലാ കോൾ ഫോർവേഡിങ്ങും അവിടെ അത് ഡിസേബിൾഡ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും നമ്പേഴ്സിലേക്ക് നമ്മുടെ കോൾ ഫോർവേഡ് ആണെങ്കിൽ ഈ നമ്പർ അടിച്ച് നിങ്ങൾ കോളിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് എല്ലാം ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ ഇനി ആർക്കും നിങ്ങളുടെ നമ്പർ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റിലാണ്, ഫോണിലാണ് നമ്മുടെ എല്ലാ ഡാറ്റാസും സേവ് ചെയ്തിരിക്കുന്നത്. സോ അതേപോലെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അങ്ങനെ നമ്മുടെ എല്ലാ ഡാറ്റാസും ഫോണിലായതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ആരെ വിശ്വസിക്കേണ്ട ആ ഒരു സിറ്റുവേഷനാണ്. സോ ഇങ്ങനത്തെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ, നിങ്ങളുടെ ഫോൺ ഹാക്ഡ് ആണ് ഡൗട്ട് വരികയാണെങ്കിൽ ഈ രണ്ട് മെത്തേഡ് ചെയ്തിട്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഹാക്ഡ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുക. സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പ്രോബ്ലംസ് ആണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്ലസ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ഷെയർ ചെയ്യാം, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാം. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.